തെറ്റ് സംഭവിച്ചു പോകുന്നു. തന്റെ കൂട്ടുകാരനോട് അക്സിർ അക്സിർ, നീ തിന്മ ചെയ്യരുതെന്ന് നിരന്തരം ഉപദേശിച്ചപ്പോ ദേഷ്യം പിടിച്ചിട്ട് അവൻ പറഞ്ഞു, ഖല്ലീനി വ റബ്ബി, എന്നെയും എന്റെ റബ്ബിനെയും അങ്ങ് വിട്ടേക്ക്. അങ്ങനെയാണ്, എന്നെയും എന്റെ തിന്മയെയും വിട്ടേക്ക് എന്നല്ല, അങ്ങനെയല്ല പറയേണ്ടത്. ഞാൻ ചെയ്തേക്കും, നീ ആരാ? അതല്ല, എന്നെയും എന്റെ റബ്ബ്, എന്റെ പടച്ച തമ്പുരാൻ കാരുണ്യവാനല്ലയോ. അതുകൊണ്ടാണ് പണ്ട് ഒരു അഅറാബി വന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് ചോദിച്ചത്, പൊന്നാര നബിയെ, മൻ യതവല്ലൽ ഹിസാബ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് നബിയെ ആരാണ് മനുഷ്യന്മാരെ വിചാരണ ചെയ്യുക? മനുഷ്യരാണോ മലക്കുകളാണോ? ആരാ നബിയെ നാളെ വിചാരണ ചെയ്യുന്നത്? അല്ലാഹുവാണ്. ലൈസ ബൈനഹു വ ബൈനഹു തർജുമാൻ, അവന്റെയും മനുഷ്യരുടെയും ഇടയിൽ വേറൊരു ഇടനിലക്കാരനില്ല. ഡയറക്റ്റ് അല്ലാഹുവാണ് ഹിസാബ് ചെയ്യാം. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാ. എന്തിപ്പങ്ങളാ ചോദിച്ചത്? എന്തിപ്പോ ആ ചോദ്യം? പൊന്നാര നബിയെ, നമ്മുടെ വിചാരണങ്ങാൻ അള്ളാഹ് വല്ല മനുഷ്യരെയും ഏൽപ്പിച്ചാൽ നമ്മൾ കുടുങ്ങിപ്പോവും. അത് അള്ളാഹു അല്ലേ ചെയ്യണത്? അവൻ റഹ്മാനും റഹീമുമാണല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച പടച്ചോൻ തരും. ആ ഒരു സമാധാനത്തിൽ പറഞ്ഞതാ നബിയെ അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ റബ്ബിനെയും എന്നെയും അങ്ങ് വിട്ടേക്ക്. എന്റെ റബ്ബ് കാരുണ്യവാനല്ലേ. എന്റെ മനസ്സിന്റെ നിയ്യത്ത്, എന്നെ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ എന്റെ റബ്ബിനറിയോലോ. അതുകൊണ്ട് എന്നെയും എന്റെ റബ്ബിനെയും അങ്ങ് വിട്ടേക്ക് എന്ന് പറഞ്ഞപ്പോ ആ ജ്യേഷ്ഠൻ സ്നേഹം കൊണ്ടോ അഭിമാനബോധം കൊണ്ടോ പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക യാ ഫുലാൻ, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നിനക്ക് അള്ളാഹു പുറത്തു തരൂല. ഉറപ്പാണ്, അള്ളാഹിനെ തന്നെയാണ് സത്യം, അള്ളാഹു നിനക്ക് പുറത്തു തരൂല. ആ വാക്ക് വല്ലാത്തൊരു വാക്കായി പോയി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലഖദ് തകല്ലമ ബികലിമത്തിൻ ഔബഖത് ദുനിയാഹു വ ഉഖറാഹ്, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്താൻ മാത്രമുള്ള വാക്കായി പോയി ജ്യേഷ്ഠനാ പറഞ്ഞ വാക്ക്. നിനക്ക് അള്ളാഹു പുറത്തു തരൂല എന്ന് നമ്മൾ എങ്ങനെ പറയും? അള്ളാഹു അല്ലേ പുറത്തു കൊടുക്കുന്നവൻ. അല്ലാഹു ജല്ല ജലാലു, അല്ലാഹു തആല പറഞ്ഞല്ലോ, മൻ ദല്ലദീ യതഅല്ല അലയ്യ അല്ലാ അഗ്ഫിറ ലിഫുലാൻ, ഇന്നാലിന്ന ഒരാൾക്ക് ഞാൻ പുറത്തു കൊടുക്കില്ലെന്ന് എന്റെ പേര് വെച്ച് സത്യം ചെയ്ത് പറഞ്ഞ ആളെവിടെ? എന്റെ അടിമക്ക് ഞാൻ പുറത്തു കൊടുക്കൂല എന്ന് പറയേ, അത് എന്റെ പേരിൽ സത്യം ചെയ്യുകയും ചെയ്യേ, ഞാൻ പൊറുക്കുമോ ഇല്ല എന്ന്. അകാന ബി അലീമ, അവൻ എന്തറിഞ്ഞു? വഅലാ മാ ഫീ യദി ഖാദിറ, എന്റെ കഴിവുകളെ സംബന്ധിച്ച് അവൻ എന്തറിഞ്ഞു? ഖദ് ഗഫർതു ലഹു വ അഹ്ബത്തു അമലക്, ഞാൻ അവന് പുറത്തു കൊടുത്തു, നിന്റെ കർമ്മങ്ങൾ ഞാൻ തകർത്തു കളഞ്ഞു എന്ന് അല്ലാഹു മനുഷ്യനോട് പറയാണ്. അല്ലാഹുവേ, നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞുകൂടെ. ചിലപ്പോൾ പല കുരുത്തക്കേടും ചെയ്തിട്ട് അവസാനം നന്നാവും. ഒരുപാട് കുരുത്തക്കേട് കളിച്ച് നന്നാവുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, പിടിച്ചാൽ കിട്ടൂല. പിന്നെ ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരൂല. കുറച്ച് കുരുത്തക്കേടുള്ള മരണം വരെ ചിലപ്പോൾ അങ്ങനെ കൊണ്ടുപോയിന്ന് വരും. പക്ഷെ വല്ലാണ്ട് എല്ലാ കളിയും കളിച്ചിട്ട് നന്നാവുന്നവരുണ്ടല്ലോ. നമ്മളെല്ലാവർക്കും അല്ലാഹു തആല ഹിദായത്തും ഇസ്തിഖാമത്തും നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് കുറച്ച് കളിക്കാന്നോ കുറേ കളിക്കാന്നോ ഒന്നും അതിനർത്ഥമല്ല. എപ്പോഴാണ് അള്ളാഹുലേക്ക് തിരിച്ചു പോവേണ്ട സമയം അജലത്തും നമുക്കറിയില്ലല്ലോ. അപ്പോ ആരെപ്പറ്റിയും അവനൊന്നും ഇനി നന്നാവില്ല എന്നൊന്നും പറയരുത്. അവനൊക്കെ ഇനി അവന്റെ കാര്യം പോക്കാൻ, അങ്ങനെയൊന്നും പറയണ്ട. പക്ഷേ കുറേയൊക്കെ തെറ്റ് ചെയ്തു, കുറേ ഫിത്നയും ഫസാദൊക്കെ ഉണ്ടാക്കി, പിന്നെങ്ങനെ തോന്നി ഞാൻ നന്നായാലോ? അല്ലാഹു തആല തോന്നൽ കൊടുത്താ പോരെ? അതുകൊണ്ട് സ്വന്തം കൂട്ടുകാരനെ സംബന്ധിച്ച് വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹു നിനക്ക് പുറത്തു തരില്ല എന്ന് പറഞ്ഞ വാക്കിനെ സംബന്ധിച്ച് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി വല്ലദീ നഫ്സി ബിയദി ലഖദ് തകല്ലമ ബികലിമത്തിൻ ഔബഖത് ദുനിയാഹു വ ഉഖറാഹ്, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ ആ ഒരൊറ്റ വാക്കുകൊണ്ട്. ഒരു വാക്കാണത്. അപ്പോ ജീവിതത്തിൽ നമ്മുടെ അമലുകളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ ആഖിറത്തിൽ, നമ്മുടെ ദുനിയാവിൽ ഒരുപാട് പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ വാക്കുകളാണ്. അതുകൊണ്ടത് നല്ല വാക്കുകളാവണം. വാക്കുകളാൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയേക്കും. സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, അന്ന ഗുലാമൻ ഇസ്തുശ്ഹിദ യൗമ ഉഹദ്, പരിശുദ്ധമായ ഉഹദ് യുദ്ധം നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഷഹീദായി കിടക്കുന്നു. ഉഹദ് യുദ്ധം നടക്കുകയാണ്. സ്വഹാബികളൊക്കെ ചെയ്ത ത്യാഗം എത്രയാ മുഅ്മിനീങ്ങളെ. നമ്മുടെ ഉഹദൊക്കെ കാണുന്നില്ലേ ഉംറക്കൊക്കെ പോകുമ്പോഴേ? ജബലുർ റുമാത്ത്, ഗൈഡുകൾ പറഞ്ഞൊരു ഇവിടെയായിരുന്നു ജബലുർ റുമാത്ത്. ഇതാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കിടക്കുന്നത്, ഈ കെട്ടിന്റെ ഉള്ളിലാണ്. അവിടെ വേറെയും സ്വഹാബിമാർ, ഇവിടെയാണ് യുദ്ധം നടന്നത്, ഇതാണ് ഉഹദ് മല എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ രംഗം ഇങ്ങനെ ഓർത്തു പോവണം. സഫിയ്യ റളിയല്ലാഹു അൻഹ 60 വയസ്സെരിഞ്ഞപ്പോഴാ സ്വഹാബിമാർ ഓടുമ്പോൾ, എങ്ങോട്ടാണ് സ്വഹാബികളെ നിങ്ങൾ ഓടുന്നത്? അള്ളാഹിന്റെ റസൂലിനെ ഒറ്റക്കാക്കി നിങ്ങൾ ഓടുകയാണോ
ഞങ്ങൾ ഒരുങ്ങുകയാണ്. കുന്ത, ഒരു സ്വഹാബിന്റെ കയ്യിൽ നിന്ന് കുന്തങ്ങ് പിടിച്ചു വാങ്ങിയത്. ഞാൻ ഒരുക്കമാണ് എന്റെ റസൂലിനെ സഹായിക്കാൻ. അങ്ങനെ ഓടിച്ചെന്ന് ഹബീബ് തങ്ങളോടുള്ള ഹുബ്ബ് സ്വഹാബത്ത് പ്രകടിപ്പിച്ച ഏറ്റവും അത്ഭുതകരമായ ഒരു സംഭവമാണ് ഉഹദ്. നമ്മൾ പറയും അവരിവിടുന്ന് ഓടി, അപ്പോഴാണ് താഴെ ഇറങ്ങിയപ്പോഴാണ് ഖാലിദ് ബിൻ വലീദ് തങ്ങളുടെ സൈന്യപ്പുറത്ത് വന്നത് എന്നൊക്കെ നമ്മൾ ഉഹദിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഓർക്കണം, സ്വഹാബികളുടെ ജീവിതത്തിൽ ഉഹദ് ഒരിക്കലേ സംഭവിച്ചിട്ടുള്ളൂ. അബദ്ധം ഒരിക്കൽ സംഭവിക്കാം, തെറ്റ് ഒരിക്കൽ സംഭവിക്കാം, പക്ഷെ മനുഷ്യൻ പാഠം ഉൾക്കൊള്ളണം. സ്വഹാബിമാർക്ക് ഒരു തെറ്റവിടെ സംഭവിച്ചു, അവരുടെ ഇജ്തിഹാദ് പിഴച്ചു എന്ന് പറയും. അവർ നബി തങ്ങളുടെ ഓർഡർ കിട്ടും മുമ്പേ താഴെ ഇറങ്ങി, പക്ഷേ പിന്നീട് ഒരു ഉഹദ് ആവർത്തിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അവരതും പാഠം പിടിച്ചവരാണ് സ്വഹാബിമാർ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. അവിടെ ഒരു സ്വഹാബി, ഒരു ചെറുപ്പക്കാരൻ അവിടെ കിടക്കുകയാണ്. ഇസ്തുഷ്ഹിദ്, വയറിലാണെങ്കിലോ ഒരു കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. വിശന്നിട്ടേ ഉഹദ് യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ വിശന്നിട്ട് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് യുദ്ധത്തിലേക്ക് പോകുന്നത്. ഒരു ചെറുപ്പക്കാരൻ അവിടെ കിടക്കുകയാണ്. ഷഹീദായി കിടക്കുന്നത് കണ്ടപ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഗർഭം ചുമന്ന ഉമ്മ, ജന്മം കൊടുത്ത ഉമ്മ, താലോലിച്ച് പോറ്റു വളർത്തിയ, ഉറക്കമിളച്ച് വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മ ആ മോന്റെ അരികത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ആ മോന്റെ മുഖത്തുനിന്ന് മണ്ണിങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. ഷഹീദായി കിടക്കല്ലേ, ചോര കുളിച്ച് കിടക്കല്ലേ. ആ സമയത്ത് മുഖത്ത് മുഖത്തുനിന്ന് മണ്ണിങ്ങനെ നീക്കി കൊടുത്തിട്ട് ആ ഉമ്മ ഇങ്ങനെ പറയാണ്, ഹനീ അല്ലക യാ ബുനയ്യൽ ജന്ന, മോനെ നിനക്ക് ഞാൻ സ്വർഗം ആശീർവദിക്കുന്നു. മോനെ നിനക്ക് അല്ലാഹു സ്വർഗം തരുമല്ലോ. മോനെ നിനക്ക് ഞാൻ സ്വർഗം ആശംസിക്കുകയാണ്. ഹനീ അല്ലക യാ ബുനയ്യൽ ജന്ന, മോനെ നീ മരിച്ചുപോയി, ഉറപ്പാണ്, നീ എന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുകയാണ്, പക്ഷേ നിനക്ക് സ്വർഗം ഉണ്ടല്ലോ മോനെ, നീ ഷഹീദല്ലേ, നിനക്ക് സ്വർഗം കിട്ടുമല്ലോ. അതാര് കേട്ടു? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, വമാ യുദ്രീകി, ഉമ്മ നിങ്ങളുടെ മോന് സ്വർഗമുണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ അത്രക്കങ്ങ് പറയാൻ കഴിഞ്ഞു? വമാ യുദ്രീകി ലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഅനീഹി, ലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഅനീഹി. അനാവശ്യമായ വർത്തമാനങ്ങളൊന്നും നിങ്ങളുടെ മോൻ പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുമുണ്ടോ? തെറ്റു പറഞ്ഞോന്നല്ല, മാ ലാ യഅനീഹി, things don't concern you. നമുക്കൊരു ബന്ധമില്ലാത്ത ഞാനത് എന്തിനു പറയണം, ഞാനതുമായിട്ട് എന്ത് ബന്ധിരിക്കണ്, എനിക്കത് എന്തിന് ഇടപെടണം, അങ്ങനത്തെ വിഷയങ്ങൾ, അനാവശ്യമായ കാര്യങ്ങളിൽ നിങ്ങളുടെ മോൻ വല്ലതും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അറിയോ? ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പാണോ? എങ്കിലല്ലേ ഈ സ്വർഗം പറയാൻ ധൈര്യം കാണിക്കാൻ പറ്റൂ. നിങ്ങളുടെ മോൻ അനാവശ്യമായ വർത്തമാനങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൽ വിചാരണ ഉണ്ടാവില്ലേ ഉമ്മ? ഡയറക്റ്റ് അങ്ങ് സ്വർഗം കിട്ടുമോ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത്, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ നാവിൽ നിന്ന് കേൾക്കുകയാണ്, പൊന്നാര നബിയെ, വിജയിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? എന്ത് ചെയ്താൽ വിജയം കിട്ടും നബിയെ? മഹാനായ മുആദ് എന്നവരോട്, ചെറുപ്പക്കാരനാണ് മുആദ് റളിയല്ലാഹു അൻഹു, കുഫ അലൈക ഹാദാ, നാവ് പിടിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, മുആദേ നാവ് സൂക്ഷിച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. നാവ് സൂക്ഷിച്ചേക്കണം, നാവ് സൂക്ഷിച്ചേക്കണം. അപ്പൊ പറഞ്ഞു, പൊന്നാര നബിയെ, വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, നമ്മൾ പറഞ്ഞു പോകുന്ന എന്നാൽ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോയതിന്റെ പേരിൽ നമുക്ക് ശിക്ഷയുണ്ടോ? പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ ഇതിന്റെ മഹത്വം ഭയങ്കരമാണ്. ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നത് ദാനധർമ്മം ചെയ്യുന്നതിനേക്കാളും ഒക്കെ ഖൈറാണത്രേ. അല്ലാഹുവേ, നമുക്ക് അല്ലാഹു അതൊക്കെ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യം ദിക്ർ ചെയ്യാ. വെറുതെ ഒരു മ്യൂസിക് കേട്ട മൂളിപ്പാട്ട് പാടുന്നവരുണ്ട്, ഏതെങ്കിലും പാട്ടിന്റെ ട്യൂണ് കിട്ടിയ ആ പാട്ട് മുഴുവൻ പാടാൻ പറ്റുന്നവരുണ്ട്, പിന്നെ അതിന്റെ അപ്പുറത്തപ്പുറത്തുള്ള സിനിമന്റെ തിരക്കഥ വരെ പറയും. നല്ല ഓർമ്മയാണ്. നമ്മുടെ മൂളിപ്പാട്ട് പോലെ ദിക്ർ നമുക്ക് പാടാൻ പറ്റുമോ? ദിക്ർ നമുക്ക് ചൊല്ലാൻ പറ്റുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ, മൂളിപ്പാട്ടൊക്കെ പാടി നടക്കുന്ന കൂട്ടത്തിൽ എന്ത് വിശുദ്ധ ഖുർആൻ ഇതിന്റെ പകരം എന്ത് രസത്തില് യാസീനൊക്കെ ഓതി ഇങ്ങനെ നടക്കുക, എന്ത് രസമായിരിക്കും. വെറുതെ ഏതോ മനുഷ്യന്മാര് അള്ളാഹുമായി ഒരു ബന്ധമില്ലാത്ത ആളുകൾ കമ്പോസ് ചെയ്തത്, അവർ സംവിധാനിച്ചത്, അവർ എഴുതിണ്ടാക്കിയത്, അവർ സംഗീതം പകർന്നത്, ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഇഷ്ടം പോലെ സമയം കൊന്നുകളയുന്നത്. അള്ളാഹുവിന്റെ കലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടേ നമുക്കത് വേണ്ട. അപ്പൊ നമ്മളങ്ങനെ ചെയ്യല്ലേ. നമ്മളൊക്കെ വലിയ നിധി കിട്ടിയവരാണ്. ഇതിന്റെ വില ഇതറിയാത്തവർക്കറിയാം, വിശുദ്ധ ഖുർആനിന്റെ വില എത്രയാണെന്ന്. അമുസ്ലിമീങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്.
യൂറോപ്പുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ ഇസ്ലാമിലേക്ക് ഓടി വരെ നമ്മൾ പറയുന്നില്ല, ഇത് പച്ചയായ സത്യമാണ്. സ്വീഡൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഫ്രീഡം അനുവദിക്കുന്ന രാജ്യമാണ് സ്വീഡൻ. ഏറ്റവും കൂടുതൽ ഫ്രീഡം ഉള്ള രാജ്യമാണ്. പുരുഷനെ കല്യാണം കഴിക്കാം, പെണ്ണിനെ കല്യാണം കഴിക്കാം. ഈ തരത്തിലുള്ള ആഭാസങ്ങളൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ആളുകളാണ് സ്വീഡൻകാർ. പക്ഷെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആള് വരുന്നത് ഇപ്പൊ സ്വീഡനിലാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ വലിയൊരു നിഅമത്തല്ലേ, വലിയ അത്ഭുതമല്ലേ. എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഹിജാബ് മതി എന്ന് പെൺകുട്ടികൾ പറയാൻ, ഞങ്ങൾക്ക് അച്ചടക്കമുള്ള ഇസ്ലാമിന്റെ വേഷം മതി, ഞങ്ങൾക്ക് ഉംറ ചെയ്യണം, ഞങ്ങൾക്ക് ഹജ്ജിന് വരണം, ഞങ്ങൾക്ക് നിസ്കരിക്കണം, ഞങ്ങൾക്ക് അല്ലാഹുവിനെ വേണം, ചെറുപ്പക്കാർ പറയാം, ആ നാട്ടുകാരായ ആളുകൾ. അപ്പോ ഇതിനൊക്കെ വലിയ വിലയുണ്ട്. പിന്നെ മുറ്റത്ത് മുല്ലക്ക് മണല്ല എന്നല്ലേ നമ്മൾ പറയാം. അതാണ് ഈ കുഴപ്പം. നമുക്കിതിന്റെ വില അറിയാം. നമുക്ക് ഉസ്താദുമാരൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. വേളതിന് ഒരാളെങ്കിൽ മറ്റൊരാളെ കിട്ടും. ഒരു ഉസ്താദ് പോയാൽ അടുത്ത ഉസ്താദിനെ അപ്പം തന്നെ കിട്ടും. ഒരു മുക്രിക്ക പോയാൽ പൊയ്ക്കോളി, ഞങ്ങൾ വേറെ ആളെ കൊണ്ടുവരുന്നു പറയാം. ഇതൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആ തരത്തിൽ ഒരു തരം നമുക്കിതിനുള്ള വില നമ്മുടെ മനസ്സ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇത് കിട്ടാതിരിക്കുമ്പോഴാണ് ഇതിന്റെ വില മനസ്സിലാവുക. വിശുദ്ധ ഖുർആൻ എല്ലാ മ്യൂസിക് കരിയർ മുഴുവൻ ഉപയോഗിച്ച് അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് കടന്നു വന്ന ആളുകളെ നമ്മളൊന്ന് ഓർത്ത് നോക്കി. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അത്ഭുതമാണ്, എത്ര വലിയ അത്ഭുതമാണ്. അതുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഫഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ. നിങ്ങൾ പറയുന്ന നല്ല വാക്ക് ഒരു സദഖയാണ്, അതൊരു ദാനമാണ്. നല്ലൊരു വാക്ക് പറയാം, നല്ലൊരു വാക്ക് പറയാം. മോശപ്പെട്ടത് പറയാം. എത്ര ആൾക്കാരുണ്ടെന്നാ ലോകത്ത്. മോശപ്പെട്ടത് പറയാനും തമ്മിലടിപ്പിക്കാനും പിരിക്കാനും എന്ത് ചെയ്യാ, അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കാനും ഇഷ്ടം പോലെ. നല്ലത് പറയാൻ ആരുണ്ട്? വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ. ഏറ്റവും നല്ല വാക്ക് പറയുന്നത് സദഖയാണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് സന്തോഷം കടത്തിവിടുന്നതാണത്രേ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അസ്സ വജല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമായ ജോലി, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമായത് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്. അഫ്ളലുൽ അഅമാൽ ഉണ്ടാവാം, അസ്കാഹ, വലിയ മഹത്വമുള്ള അമലുകളെ പറ്റിയൊക്കെ നമുക്ക് വിശുദ്ധ ഖുർആനിലും ഹദീസിലും ചർച്ച വന്നിട്ടുണ്ട്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണി എന്താണ്? ഇദ്ഖാലുസ് സുറൂരി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. ഒരു മുസ്ലിമിന്റെ മനസ്സിന് നിങ്ങൾ കൊടുക്കുന്ന സന്തോഷമാണ്. ഒരു മുസ്ലിമായ മനുഷ്യന് നിങ്ങൾ കൊടുക്കുന്ന സന്തോഷം. എല്ലാവർക്കും പൈസ കൊടുത്ത് സന്തോഷിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. നല്ല വാക്കുകൊണ്ട്, നല്ല വാക്ക്. പൈസ ഉണ്ടായിട്ട് കൊടുക്കാതെ പിഷ്കനായിട്ട് നല്ല വാക്ക് പറഞ്ഞിട്ട് കാര്യമല്ലേ. മനുഷ്യന്മാർ മയ്യിത്ത് സ്വീകരിക്കാൻ വരെ വരൂല. അങ്ങനെയാണ്. നല്ല വാക്ക് തന്നെ സ്വതക്കല്ല, കൊണ്ടുപോയിക്കോ എന്ന് പറയാം. എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വന്ന് അങ്ങനെയല്ല. കയ്യിലൊന്നുമില്ല എന്നാ നല്ല ഔ കലിമത്തുൻ ത്വയ്യിബ, അല്ലെങ്കിൽ നല്ലൊരു വാക്ക് പറയാം. മുസ്ലിമായ മനുഷ്യനെ സന്തോഷിപ്പിക്കുക, ഇതൊക്കെ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകളാണ്. അതേ സ്ഥാനത്ത് നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, നാവ് കൊണ്ട് സംഭവിച്ചു പോകുന്ന തിന്മകളുണ്ട്. അതുകൊണ്ടാണ് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഫ്അൻ കഹാദാ, മുആദേ നിങ്ങളുടെ നാവ് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം, മഹാനായ ബറാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസുണ്ട്. അർരിബാ 72 ബാബ. പലിശ എന്ന് പറയുന്നത് 72 വിധമുണ്ടത്രേ. പലിശയുടെ വിഷയം 72 നാശങ്ങൾ, 72 തിന്മകൾ, 72 കുറ്റങ്ങൾ പലിശയിലുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, 72ഓളം പാതകങ്ങളാണത്രേ പലിശ എന്ന് പറയുന്നത്. അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, യാ റബ്ബൽ ആലമീൻ. 72ഓളം. നമ്മളെന്താ പറയാ, ബാങ്കുമായി എന്തെങ്കിലും ഡീലിങ്സ് എടുക്കുകയാണ്, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നിസ്സാരമാണ് പലിശ എന്നപ്പോൾ നമ്മളാ മനസ്സിലാക്കുന്നത് അല്ലേ. ടാക്സ് കൊടുത്താലും പലിശ കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ അല്ലാഹു തആല അങ്ങനെയാണോ വിചാരിക്കേണ്ടത്? അങ്ങനെ ഒരു നഷ്ടം സംഭവിച്ചാൽ നമുക്ക് അതിലേറെ വലുതെന്താണ്? അള്ളാഹുവിന്റെ ഹുർമത്ത് സൂക്ഷിക്കലാണ് അല്ലേ. നിസ്സാരമായി കാണാൻ വളരെ കൂളായിട്ട്. അതിനെന്താ പ്രശ്നം? നമ്മുടെ മറ്റേ ബാങ്ക്, ഈ ബാങ്കുകാർ ഇത്ര % തരുന്നുണ്ട്, സ്വർണ്ണത്തിന് ഇത്ര സ്വർണ്ണ പണയം, ഇത്ര പലിശക്ക് ഇത്ര പലിശ, അവിടെ എത്ര പലിശ, അങ്ങനെ പറയാമോ അല്ലേ. അവിടെ 15, ഇവിടെ 12 ഉള്ളടോ, മറ്റോടത്ത് 10 ഉള്ളൂ, ഞാൻ തരാം, എനിക്ക് മാനേജർ അറിയാം, ഞാൻ റെക്കമെൻഡ് ചെയ്ത് തരാം. എന്തിന്? പച്ചയായ പലിശക്ക്. ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയി, അവരെ പറ്റിയല്ല. എന്ന് പറയും ഉലമാ. എന്ത് ചെയ്യാ? ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയി, ഒരു നിർവാഹമില്ല, ഒരു മനുഷ്യനും സഹായിക്കാനില്ല, എല്ലാ വാതിലുകളും അടഞ്ഞു. അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ പറ്റുന്ന ഒരു കാരണം നമ്മുടെ മുമ്പിലേക്ക് വന്നു. ആ സമയം ഒരു പലിശ ഇടപാടിലേക്ക് ഒരു മനുഷ്യൻ പെട്ടുപോയി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. കാരണം അവിടെ അവന് ഇളവുണ്ട്. കാരണം അവന് നിവൃത്തിയില്ലല്ലോ. അങ്ങനെയല്ല,
സുഹൃത്തുക്കളായ ആളുകളോട് ഒന്ന് ചോദിച്ചിട്ട് ഒരു സഹായമായി, ഒരു കടമായി ഞാൻ വീട്ടിൽ തരാം. അതിനെന്താ പ്രശ്നം പറ്റിയെന്നറിയോ? ഇങ്ങനെയൊക്കെ ഒരു കാലത്ത് കടം കൊടുത്ത് സഹായിച്ചിട്ടേ ഇവരിത് വാങ്ങി മുങ്ങിയതാണ്. ഇക്കാലം വരെ തിരിച്ചു കൊടുത്തിട്ടില്ല. മക്കളുടെ മക്കളും ഓർക്ക് വീടിൻ്റെ വീടൊക്കെ ആയിട്ടും അന്ന് കടം വാങ്ങിയ പൈസ എപ്പോഴും കൊടുക്കാതെ കാണുമ്പോഴാണ് എന്തിനാ മനുഷ്യന്മാരെ സഹായിക്കണേ. തിരിച്ച് ചോദിക്കാൻ ചെന്നാൽ ചിലപ്പോൾ കത്തിക്കുത്തായിരിക്കും. അവനവൻ്റെ സ്വന്തം ഹക്ക് ചോദിക്കാൻ ചെന്നാൽ വധഭീഷണി. ആര്? സഹായിച്ച മനുഷ്യന്മാർക്ക്. അതുകൊണ്ടാണ് ഇപ്പൊ സഹായം ഇല്ലാതാവുന്നത്. വലിയൊരു ഉപകാരം അല്ലാഹു തആല മനുഷ്യരുടെ ഖൽബിലൂടെ നമുക്ക് തന്നപ്പോഴേ നമ്മളത് എന്ത് ചെയ്തു? ദുരുപയോഗം ചെയ്തപ്പോ ആ റഹ്മത്തിന്റെ വാതിൽ അള്ളാഹു അടച്ചു കളഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഹറാമിലൂടെയാണ് പിന്നെ വഴിയുള്ളൂ. അള്ളാഹു നമുക്ക് കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ഹലാല് കൊണ്ട് അള്ളാഹു നമുക്ക് പരിഹാരം തരട്ടെ. നമ്മുടെ വിഷയം അതല്ല, നബി തങ്ങൾ വിശദീകരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ പലിശയുമായി ഇതിന് ബന്ധമുള്ളത് കൊണ്ട് ഗൗരവത്തിൽ മനസ്സിലാക്കാം. പലിശ എന്ന് പറയുന്നത് 72ഓളം തിന്മകളാണത്രേ. 72, ഒരു തിന്മയല്ല, 72. അതിലേറ്റവും നിസ്സാരമായ തിന്മ എന്ന് പറയുന്നത് 72 തിന്മയാണത്രേ ഒരു പലിശ ഇടപാട്. വട്ടിപ്പലിശ കൊടുക്കുന്നവരെ പറ്റി ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? പലിശയുമായി ഇടപെടുന്നത് 72 തിന്മയാണത്രേ. അതിലേറ്റവും നിസ്സാരമായത് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ വ്യഭിചരിക്കുന്നതോളം തുല്യമാണത്രേ അതിൽ ഏറ്റവും നിസ്സാരമായത്. അല്ലാഹുവേ, പടച്ചറബ്ബേ, കാവൽ നൽകണേ തമ്പുരാനെ. നിസ്സാരമായത് അങ്ങനെയാണ്. അല്ലാഹു തആല പരിശുദ്ധമായി വെക്കാൻ പറഞ്ഞ കാലിന് താഴെ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഉമ്മയിൽ ഒരു ഹറാമു ചെയ്യുന്ന പോലെയാണത്രേ 72 കുറ്റങ്ങളിൽ ഏറ്റവും ചെറുതത്രയാണ്. പിന്നെ വലുതെത്രയായിരിക്കും? എന്നിട്ട് മുത്തുനബി തങ്ങൾ പറയുന്നത് കേൾക്കണം. ഇനി എന്താ പറയാൻ പോകുന്നത്? എന്നാൽ പലിശകളിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ പലിശ എന്ന് പറയുന്നത് അന്യായമായി നിരപരാധിയായ ഒരു കുറ്റവും ചെയ്യാത്ത പാവപ്പെട്ട ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഇല്ലാത്തത് പറഞ്ഞു പരത്തുന്നത്. നിരപരാധിയായ മനുഷ്യൻ, കള്ളന്മാരെ കുറിച്ചല്ല, തട്ടിപ്പ് നടത്തുന്നവരെ കുറിച്ചല്ല, നിരപരാധിയായ പച്ചയായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അപമാനിച്ചുകൊണ്ടോ തെറി പറഞ്ഞുകൊണ്ടോ മോശപ്പെട്ടത് പറഞ്ഞുകൊണ്ടോ ഒരു നിരപരാധിയെ ആക്ഷേപിക്കുന്നത് പലിശയെക്കാളും ഗുരുതരമായ പലിശയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണായാലും പെണ്ണായാലും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ ബന്ധപ്പെടുത്തി തിന്മകൾ പടച്ചുണ്ടാക്കുന്നത് അതൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ് എന്നൊക്കെ നമ്മുടെ മീഡിയ നമ്മുടെ കയ്യിൽ ഫുൾ ടൈം ലൈവാണ്, ഡാറ്റ പാക്കേജുകൾ ലഭ്യമാണ്. ഇതൊക്കെ തിന്മകൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന എത്ര വലിയ തിന്മകളാണത്രേ. ഓരോരുത്തരും എടോ നീ അറിഞ്ഞോ? ആ സാധു അറിഞ്ഞിട്ടില്ല, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, നീ അറിഞ്ഞോ? ഇല്ല. എന്തേ? പിന്നെ എൻ്റെ അടുത്തുണ്ട് ക്ലിപ്പ്, ഞാൻ തരാം. എന്തോ ആ സാധു ചെയ്തൊരു തെറ്റ് അല്ലെങ്കിൽ അവന് സംഭവിച്ചു പോയൊരു അബദ്ധം സർവ്വ മനുഷ്യരെയും നാട്ടുകാരെ മുഴുവനും പറഞ്ഞറിയിക്കാൻ ഉണ്ടാക്കുന്ന തിന്മകൾ വലിയ കുറ്റമല്ലേ? ഒരു വാക്കുപോലും പലിശ ഇത്രത്തോളം ഗുരുതരമാണെങ്കിൽ പലിശയെക്കാളും ഗുരുതരമാണത്രേ ഒരു മനുഷ്യനെ അപമാനിക്കുന്നത് ബിഗൈരി ഹഖിൻ, അന്യായമായിട്ട് യാതൊരു അവകാശവുമില്ലാതെ ഫിത്നയെ അല്ലെങ്കിൽ ഫസാദിനെ, ഫിസ്ഖ് തെമ്മാടിത്തരം ചെയ്യുന്നത്, ദുൽമ് ചെയ്യുന്നത്, ആളുകളെ വഴിപഴപ്പിക്കുന്നത്, ഇത്തരം വിഷയങ്ങൾ എടുത്തു പറയാനും സമൂഹത്തിന് ഉത്ബോധനം ചെയ്യാനും ഉലമാഇന് അലിമീങ്ങൾക്ക് ദുആത്തിന് അല്ലാഹു അനുമതി നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ചല്ല ഇത്. എന്നാലും വ്യക്തിഹത്യകൾ ചെയ്യാൻ പാടുള്ളതല്ല. വിഷയങ്ങളെ ആ വിഷയം അവതരിപ്പിക്കുക, ഈ കാര്യം തെറ്റാണ്, ഈ വസ്തുത തെറ്റാണ്, ഈ നിലപാട് തെറ്റാണ്, ഈ ആശയം തെറ്റാണ്, അത് പറയാം. ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യുന്നത്, അപമാനിക്കുന്നത് അല്ലാഹുവിന്റെ ശറഅ് വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ബിഹസ്ബി ഇംറിഇൻ മിനശ്ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം. ഓരോ മുസ്ലിമായ മനുഷ്യനും ആണായാലും പെണ്ണായാലും അവന്റെ അഭിമാനം ഹനിക്കുന്നത് ഹറാമാണ്. അഭിമാനം ഹനിക്കുന്നത് ഹറാമാ. അത് മോളല്ലേ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ചെറിയ കുഞ്ഞിന് ഒരു പ്രയാസമൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടിയാണ്, അബുദാബിയിലുള്ള അവിടെ താമസം ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തു കൂടിയാണ് അവരുടെ ആ കുട്ടിയുടെ ഉപ്പ. അപ്പോൾ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജിലാന്ന് പറയുന്നുണ്ട്. അള്ളാഹു നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ.
അപ്പോൾ ആ കുട്ടിയുടെ ഷിഫായിന് വേണ്ടി ദുആരക്ക് അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയഹ. എല്ലാവരും 7 പ്രാവശ്യം പറഞ്ഞാട്ടെ. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയഹ. 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 അല്ലാഹുവേ നീ കുട്ടിക്ക് ശിഫ കൊടുക്കണേ തമ്പുരാനെ. എല്ലാ കുട്ടികൾക്കും ശിഫ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു തആല ശിഫ വിധിച്ചിട്ടുണ്ടെങ്കിൽ 7 പ്രാവശ്യം ഈ ദുആ ചൊല്ലിയാൽ അല്ലാഹു ശിഫ കൊടുത്തിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ തീരുമാനം മറിച്ചാണെങ്കിൽ മാത്രമേ ഇതിന് ഉത്തരം കിട്ടാണ്ടിരിക്കുള്ളൂ എന്ന്. അത് അല്ലാഹു തആല ആ കുട്ടിക്ക് ആയുസ്സും ആഫിയത്തും ആരോഗ്യം അല്ലാഹു കൊടുക്കട്ടെ. അല്ലാഹു വളരെ പെട്ടെന്ന് ശമനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.